ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എന്ത് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. യെസ്, ഓട്സ് സ്മൂത്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓട്സ് അറിയാലോ, റിച്ച് ഇൻ ഫൈബർ ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫുഡാണ് നമ്മുടെ ഓട്സ്. അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് എടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഡേറ്റ്സ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും പിന്നെ ധാരാളം കാലറീസ് ഉള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഡേറ്റ്സ്. അപ്പൊ അത് മൂന്നും നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മിൽക്കിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഒരു 5 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ്. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. അപ്പം അതിലൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ചില ആളുകൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലപ്പം കുട്ടിക്ക് മോന് കൊടുക്കേണ്ടതുകൊണ്ട് അധികം തണുപ്പില്ലാത്ത രീതി, അതും രാവിലെ കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരുപാട് തണുപ്പില്ലാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാതെ. നിങ്ങൾ തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് എന്താ പറയാ, ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ സ്മൂത്തിയുടെ ഒരു ടെക്സ്ചറിൽ. അപ്പം ഞാൻ ആദ്യം ഇത്രയും മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ആഡ് ചെയ്തിട്ടാണ് സ്മൂത്തി റെഡിയാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പാൽ ഒരുപാട് ഒഴിച്ചാൽ ബ്ലെൻഡ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഹണി ആഡ് ചെയ്യാൻ ഞാൻ 1 സ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. നമ്മുടെ സ്മൂത്തി റെഡിയാണ്. എനിക്കിതിന്റെ ടേസ്റ്റ്, നമ്മൾ അവോക്കാഡോയുടെ ഒരു സ്മൂത്തി ഉണ്ടാക്കില്ലേ, ABC സ്മൂത്തി, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കിക്കോളൂ. അവോക്കാഡോ സ്മൂത്തിയുടെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബട്ടർ ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് റാഗി തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കേശുവിന് കൊടുത്തത് നമുക്ക് ടേസ്റ്റ് ചെയ്യും. കേശു, ഇന്നത്തെ സ്പെഷ്യൽ ഓട്സ് സ്മൂത്തിയാണ്. ഇതൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയണം. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ റാഗിയുടെ സ്മൂത്തി നിങ്ങൾ വീഡിയോയിൽ ട്രൈ ചെയ്തിരുന്നോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാ ഫീഡ്ബാക്ക്? കമന്റ് ബോക്സിൽ മസ്റ്റായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത സ്മൂത്തി റെസിപ്പിയായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.